എന്റെ പ്രിയപ്പെട്ടവരെ, ഉറക്കമെന്ന് പറഞ്ഞാൽ മരണമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങളും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഒരു ദുആ ചെയ്യണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവിടുന്ന് പറയുന്നതിന് വേണ്ടി മുത്തുനബി പഠിപ്പിച്ചു തന്ന ഒരു ദുആയുണ്ടല്ലോ. ആ ദുആയിന്റെ അർത്ഥം നമ്മളിൽ എത്ര പേർക്കാണ് അറിയുന്നത്? എത്ര പേരാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അത് പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ദുആ ചെയ്യണേ, നിങ്ങൾ അവിടുന്ന് ദുആ ചെയ്യണേ. എന്താണ് ദുആ ചെയ്യേണ്ടത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവൻ ആദ്യമായിട്ട് പറയേണ്ട വാക്കെന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ സ്തുതിക്കണം, അവിടുന്ന് അല്ലാഹുവിനെ സ്തുതിക്കണം. എന്തിനാ മനുഷ്യാ നീ അല്ലാഹുവിനെ സ്തുതിക്കുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം ആദ്യം എന്ത് പറയണം? അൽഹംദുലില്ലാഹ് പറയണം. എന്തിനാ പറയുന്നേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഈ ദുആ എത്ര പേരാ പറയാ? ഈ ദുആ എത്ര പേരാ പറയാ? ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ? അതാ മനസ്സിലാക്കണ്ട. ഈ പറയുന്നതിന്റെ അർത്ഥം അല്ലാഹുവിനോട് പറയാ, പടച്ചവനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പടച്ചവനെ, മരിച്ചു കിടന്ന എനിക്ക്, പടച്ചവനെ നിനക്ക് നന്ദി രേഖപ്പെടുത്താൻ എനിക്കൊരു അവസരം കൂടെ തന്നല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, മരണമാ, ഉറക്കമെന്ന് പറഞ്ഞാൽ മരണമാ. ചിലര് കിടന്നതാ, പിന്നെ എഴുന്നേറ്റിട്ടില്ല. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാര് പലരും കിടക്കാൻ വേണ്ടി കിടന്നതാ, രാവിലെ എഴുന്നേറ്റില്ല. അവരാരും ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റില്ല, അവരൊക്കെ മരിച്ചുപോയി. എന്നാൽ നമ്മൾ ഉറക്കമെന്ന് പറഞ്ഞാലും മരണമാണ്. ആ മരണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് എന്നിട്ട് ഒരു അവസരം കൊടുക്കും. ഒരു ദിവസം കൂടെ പോടാ സിറാജ്, ഒരു ദിവസം കൂടെ നീ പോയിട്ട് നന്നാവ്, നല്ലത് ചെയ്യ്. നമ്മളിൽ പലരും ഉറക്കം അല്ലാഹു പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഉറക്കമെന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്. ആ ഖുർആൻ തന്നെ പറയുന്നു വലിയൊരു ദൃഷ്ടാന്തവുമാണ്. അപ്പൊ ഉറക്കം, ആ ഉറക്കത്തിന്റെ വിഷയത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉറക്കവുമായി ബന്ധപ്പെട്ട് നാം അവഗണിക്കുന്ന, എന്നാൽ നബി വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളത് നിസ്സാരമായി തള്ളുന്നു. ഇതൊക്കെ ആരാപ്പ പരിഗണിക്കുക? ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നില്ല. നമുക്കത് നിസ്സാരം. എങ്കിലും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി, നിസ്സാരമായിട്ടല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് വളരെ ഗൗരവത്തിൽ നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അത് പഠിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി മുതൽ ശ്രദ്ധിക്കല്ലേ, നാളത്തേക്കല്ല, ഇന്ന് രാത്രി മുതൽ, നാളത്തല്ല. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വേണം കൊടന്നുറങ്ങാൻ. അല്ലാതെ ചുമ്മാതെ അങ്ങോട്ട് പോകാ, മൊബൈലിൽ കുത്താ, പാട്ട് കേൾക്കാ, ഉറങ്ങാ, അങ്ങനല്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തിൽ തന്നെ നിസ്സാരമായിട്ട് കണ്ടാ പോരാ. റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പാലിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്ക്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പലരും വീട്ടിൽ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ് കേൾക്കാൻ വരാത്ത പലരും. എന്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യമായതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. ഇതന്നെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം,
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യുരീദു അൻ യൂസിയ ഫീ യബീതു ലൈലതൈൻ ഇല്ലാ വസിയ്യത്തും മക്തൂബത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാനും നിങ്ങളും നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യമാണ്, വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല വസിയത്തുണ്ടെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അത് എഴുതി വെക്കാതെ ഉറങ്ങാൻ പാടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, നിനക്ക് വല്ല കടബാധിതകളും ഉണ്ടെങ്കിൽ നീ അത് എഴുതി വെച്ചിട്ട് വേണം കിടന്നുറങ്ങേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിനക്ക് വല്ല ബാധ്യതയുണ്ടെങ്കിൽ നീ എഴുതി വെച്ചിട്ട് ഉറങ്ങണം. അല്ലാഹു അഅലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ ആരാ എഴുതി വെക്കുക? നമ്മളിൽ ആരെങ്കിലും എഴുതി വെക്കാറുണ്ടോ? ഇപ്പൊ ഷാജി അണ്ണനോ അൻസാരി ആരെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇത്ര രൂപ ഇന്ന ആൾക്ക് കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ പറ. ഈ സദസ്സിരിക്കണ ആരെങ്കിലും, എന്റെ പ്രഭാഷണം ലൈവ് കേൾക്കുന്ന ആരെങ്കിലും സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്ക്, ചിന്തിച്ചു നോക്ക്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് തലകണക്കടിയിലോ അല്ലെങ്കിൽ ബെഡിനടിയിലോ എവിടെയെങ്കിലും പൈസയുടെ അലമാരിയുടെ താക്കോൽ അരയി കെട്ടിവെക്കും, എന്നാലും വസിയത്ത് എഴുതി വെക്കാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും കഴുത്തിലാ തൂക്കണത്. അലമാരിയുടെ താക്കോല് കൊണ്ടുവന്ന് തലകണിക്കടിയിൽ കയറ്റി വെക്കുക, കാരണം കള്ളെടുക്കാതിരിക്കാൻ. എത്ര പേരാ വസിയത്ത് എഴുതി വെക്കാറുള്ളത്? ഞാൻ ഇത്ര രൂപ ഇന്ന ആൾക്ക് കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന എത്ര പേരാ ഉള്ളത്? വളരെ ഗൗരവത്തോടു കൂടി. കാരണം നീ മരിക്കാൻ കിടക്ക. ഈ കിടപ്പിലെങ്ങാനും നീ കിടന്നു മരിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം കണക്കാരനായി മരണപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വസിയത്തിനെ കുറിച്ച് നബി പറഞ്ഞു, വല്ലതും വസിയത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഒരു മുസ്ലിം വസിയത്ത് തന്റെ അടുക്കൽ എഴുതിപ്പെടാതെ 2 രാത്രികൾ കഴിച്ചു കൂട്ടാൻ അർഹതയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ 2 ദിവസത്തിൽ കൂടുതൽ വസിയത്ത് എഴുതി വെക്കാതെ കിടക്കാൻ ഒരു മുസ്ലിമിന് അർഹതയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആരാ ശരിയാണെന്നൊക്കെ എഴുതി വെക്കാറുണ്ടോ? കച്ചവടത്തിന്റെ കാര്യമൊക്കെ ആലോചിക്ക്. മരിച്ചുപോയ എന്ത് ചെയ്യും? ഞാൻ അതുകൊണ്ടാണ് ഷാജിക്കാടുത്ത് എപ്പോഴും ഞാൻ പറയുന്ന, പള്ളി സിമെന്റും കമ്പിയൊക്കെ കടമെടുത്തേക്കെന്ന് എഴുതി വെച്ചോളാൻ. നിസ്സാരമല്ല, നമ്മളത് നിസ്സാരമായിട്ട് തെള്ളുന്നു. കടമൊക്കെ നിസ്സാരമായി പോയി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ അറിയാം ഒരുത്തന്റെ സ്വഭാവം എന്താന്ന്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അറിയാം ഒരാളുടെ സ്വഭാവം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കടം മേടിക്കും, പിന്നെ അണ്ണാച്ചി പിരിവിന് നടക്കുന്ന പോലെ കടം തിരിച്ചു മേടിക്കാൻ നടക്കണം. അങ്ങനെ നേരത്തെ അങ്ങനെയല്ല, ഇങ്ങോട്ട് വരും മേടിക്കാൻ. പക്ഷെ ഇന്നത് മാറി. ഇന്ന് പടച്ചവനെ ഒരുത്തൻ 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് താടാന്ന് പറഞ്ഞ് അവന്റെ പുറകെ നടക്കാൻ ഒരു ഗതികേടാന്ന് വെച്ചിരിക്കെ. എന്തൊരു ഗതികേടാ പടച്ചവൻ. അണ്ണാച്ചിമാര് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പലിശയ്ക്ക് എന്നിട്ട് പിരിക്കാൻ നടക്കുന്നത് പോലെ ഫോൺ വിളിച്ചെടുക്കോ ഫ്രണ്ട് വാതിൽ തന്നെ ബാക്കിലൂടെ ഓതും. പടച്ചവനെ, ഇവന്റെ പറച്ചിലും സങ്കടവും കേട്ട് കഴിഞ്ഞാൽ എന്തോ അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയതുപോലെ അവന്റെ പെരുമാറ്റം കണ്ട ചിരിക്കണ്ടപ്പോ നമ്മളൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുന്നല്ലേ. നമ്മളൊക്കെ ഇത് അനുഭവിച്ചോണ്ടിരിക്കുകയല്ല. പടച്ചവനെ, ഓരോ മനുഷ്യന്മാർക്ക് പൈസ കൊടുത്തിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. ഇവന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ എന്തോ ഇവന്റെ സംസാരവും പേടിച്ചാനിക്കറിയാൻ തരാൻ എന്നങ്ങോട്ട് പറയുക. കാരണം എന്തോ നമ്മൾ അവന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാടിച്ചിട്ട് കൊടുക്കുന്ന അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്സാരമായി തള്ളുകയാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഇന്ന അഅ്ളമ ദുനൂബി ഇൻദല്ലാഹ്
അയ്യൽഖാഹു ബിഹാ അബ്ദുൻ ബഅദ ഖബാഇരിൽ ലതീ നഹല്ലാഹു അൻഹാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹു നിരോധിച്ചിരിക്കുന്ന ശിർക്ക്, വ്യഭിചാരം, ഇങ്ങനെ മുതലായ വൻപാപങ്ങൾ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന പാപങ്ങളിൽ അല്ലാഹുവിങ്കൽ ഏറ്റവും വലിയ പാപം ഒരാൾ അയാളുടെ മേൽ കടമുണ്ടായിരിക്കുകയും അത് വീട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്യാത്ത രീതിയിൽ മരണപ്പെടുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, അതാ പാപപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ പോയി ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കരഞ്ഞു വിളിച്ചു പറഞ്ഞിട്ട് കുറച്ചു പൈസ കടം വാങ്ങിയിട്ട് ആ കടം തിരിച്ചു കൊടുക്കാത്ത ഓരോ മനുഷ്യനും കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാ ശിർക്ക് പോലെയുള്ള വൻപാപങ്ങൾ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന പാപങ്ങളിൽ അല്ലാഹുവിന്റെ മുന്നിലെ ഏറ്റവും വലിയ പാപം ഏതെന്നറിയുമോ? കള്ളുകുടിയും വ്യഭിചാരവും പലിശയും മറ്റുള്ളതായ വലിയ വലിയ പാപങ്ങൾ കഴിഞ്ഞാൽ ഒരടിമ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹുവിന്റെ മുന്നിൽ ആ മനുഷ്യൻ എന്തെന്നറിയുമോ? കടം പേടിച്ചിട്ട് അത് കൊടുക്കാതെ അത് എഴുതി വെക്കാതെ മരണപ്പെട്ടു പോകലാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവരുണ്ട്, അതിനെക്കുറിച്ചൊന്നും കുടുംബക്കാരോടൊന്നും പറയാത്തവരുണ്ട്. അല്ലാഹുവേ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല നഫ്സുൽ മുഅ്മിനി മുഅല്ലഖും ബിദൈനിഹി ഹത്താ യുഖ്ലാ അൻഹു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുഅ്മിനിന്റെ റൂഹ് അവന്റെ കടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മുഅ്മിനിന്റെ റൂഹ് അവന്റെ കടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവേ, അയാളുടെ കടം വീട്ടപ്പെടുന്നത് വരെ അവൻ സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് 50 ലക്ഷമാണെങ്കിലും 10 രൂപയാണെങ്കിലും കടം തന്നെയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഗ്ഫറു ലിശഹീദി കുല്ലു ദൻബിൻ ഇല്ല ദൈനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കടത്തിന്റെ മഹത്വത്തെ കുറിച്ച്, ആ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാത്തതിന്റെ ആ കടത്തിനെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടുന്ന ശുഹദാക്കളുണ്ടല്ലോ, ബദറിലും ഉഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കൾ പടച്ചവനെ 70 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ ഭാഗ്യമുള്ളവരാ. ബദരീങ്ങളുടെ മഹത്വം പറയേണ്ടല്ലോ, ശുഹദാക്കളുടെ മഹത്വം പറയേണ്ടല്ലോ. അവര് മരിച്ചവരെന്ന് പറയാൻ പാടില്ലല്ലോ, അവര് മരിച്ചവരാണെന്ന് സാധാരണ പറയുന്നത് പോലെ അവര് നിങ്ങൾ മരിച്ചവരെന്ന് വിളിക്കരുത്, അവര് ഷഹീദെന്ന് വിളിക്കണമെന്ന് അല്ലാഹുവിന്റെ ദീനല്ലേ പഠിപ്പിച്ചത്. അവര് ജീവിച്ചിരിക്കുന്നവരാ, അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ അർഹതയുള്ളവരാ എന്ന് ശുഹദാഇന്റെ മഹത്വം മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഷഹീദിന്റെ മുഴുവൻ പാപവും അല്ലാഹു പൊറുക്കുകയാ. ഷഹീദായ ഒരു മനുഷ്യന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പൊറുക്കുകയാ. പക്ഷേ കടം അല്ലാഹു പുറത്തു കൊടുക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഷഹീദായവന്റെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോൾ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ കടമുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കൂല. അത് ഷഹീദാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ജുഹ്ഷ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു സംഭവം വിവരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനോടൊപ്പം ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് ജനാസ കൊണ്ടുവന്ന് വെക്കപ്പെടുന്ന സ്ഥലത്ത് നിൽക്കുകയാ. മസ്ജിദ് നബവിയുടെ മുന്നിൽ
അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തുകളും അതാ മയ്യത്ത് കൊണ്ടുവന്ന് നിസ്കരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങളൊക്കെ പ്രവാചകന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരിക്കുകയായിരുന്നു. പ്രവാചകൻ ആകാശത്തേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ആകാശത്തേക്ക് നോക്കി. പടച്ചവനെ, പ്രവാചകൻ അവിടെ പറയുകയാ, അല്ലാഹ് കുറച്ചു നേരം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, എത്ര കഠിനമായ താക്കീദാ, എത്ര കഠിനമായ താക്കീദാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് അതാ മയ്യത്ത് കൊണ്ടുവച്ച് നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് പ്രവാചകന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേ പ്രവാചകൻ അങ്ങനെ പറയാറുള്ളൂ. അവിടെ പ്രവാചകൻ പറയുന്നു, എന്തൊരു താക്കീദാ, എന്ത് കഠിനമായ ഒരു താക്കീദാ. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സ്വഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന് പകലും രാത്രിയും നേരം വെളുക്കുമ്പോൾ ഞങ്ങളെല്ലാവരും മുത്തുനബിയുടെ മുന്നിൽ മിണ്ടാതിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു താക്കീതാണെന്ന് മുത്തുനബി പറയുകയാണ്. അന്ന് രാവും പകലും സ്വഹാബികൾ മിണ്ടിയില്ല. ഒരാൾ പോലും മുത്തുനബിയുടെ സ്വഭാവം കണ്ടിട്ട്, പ്രവാചകന്റെ മുഖത്ത് ആ ഭാവമാറ്റം കണ്ടിട്ട് ഒരാൾ പോലും മിണ്ടിയില്ല. എല്ലാവരും അവിടെ മിണ്ടാതിരിക്കുകയാണ്. ഒരു രാവ് കിടന്നു, ഒരു പകല് കിടന്നു. അങ്ങനെ അവസാനം നേരം വെളുത്തപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, എന്താ കഠിനമായ താക്കീതെന്താ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന താക്കീതെന്താ? മുത്തുനബിയോട് അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, കടത്തിന്റെ വിഷയത്തിലാ, കടത്തിന്റെ വിഷയത്തിലാ. മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മുഹമ്മദിന്റെ ആത്മാവ് അവരുടെ കയ്യിലാണോ? ആ അല്ലാഹുവിനെ തന്നെ സത്യം. അതാ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകപ്പെടുകയും വീണ്ടും അല്ലാഹു ആ മനുഷ്യന് ജീവൻ കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഷഹീദാവുകയാണ്. അല്ലാഹു ഷഹീദായതിനു ശേഷം ജീവിതം തിരിച്ചു കൊടുത്തു. രണ്ടാമതും ഷഹീദായി, അവിടെ നിന്ന് പിന്നെയും ജീവൻ കൊടുത്തു. മൂന്നാമതും ഷഹീദായി, മൂന്നാമതും പടച്ചവനെ ജീവൻ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ഇങ്ങനെ വീണ്ടും വീണ്ടും ജീവിക്കുകയും ചെയ്താലും അവന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കടമുണ്ടെങ്കിൽ അവനെ കടം വീട്ടാതെ സ്വർഗത്തിൽ കിടക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ. ഒരാൾ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോയി ഷഹീദായി മരിച്ചു, ഷഹീദായി വീണ്ടും ജീവൻ കൊടുത്തു, വീണ്ടും യുദ്ധത്തിന് പോയി ഷഹീദായി വീണ്ടും ജീവൻ കൊടുത്തു, പിന്നെയും ഷഹീദായി പിന്നെയും ജീവൻ കൊടുത്തു. ഇങ്ങനെ ഈ മനുഷ്യന് ഷഹീദായി കൊണ്ടിരുന്നാലും അവന് കടമുണ്ടെങ്കിൽ, അവന് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാതെ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. കാരണം അത്രയും ഗൗരവം. ഷഹീദാണെങ്കിൽ പോലും 1 രൂപയാണെങ്കിലും കടമുണ്ടോ പോയി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മഹാനായ സൽമത്ത് ഇബ്നുൽ അഖ്വ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മയ്യത്ത് കൊണ്ടുവച്ചാൽ, ഒരു ജനാസ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കും, ഈ മയ്യത്തിന് കടം വല്ലതും ഉണ്ടോ? ഈ കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ? അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് ആരെങ്കിലും അവിടുന്ന് ഹൽ അലൈഹി മിൻ ദൈനി, മനുഷ്യന് കടമുണ്ടോ? അവിടുന്ന് കടമില്ല എന്ന് പറഞ്ഞാൽ ഫസല്ലി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നിസ്കരിക്കും.
ഈ മയ്യത്തിന് കടം വല്ലതും ഉണ്ടോ? ഇല്ല നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിക്കും. ഇനി മയ്യത്ത് കൊണ്ടുവച്ചോ? പ്രവാചകൻ ചോദിക്കും കടമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു കടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ പറയും നിങ്ങൾ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ അവസ്ഥകളൊക്കെ പറയാതിരിക്കല നല്ലത്. വഴുത് ലൈവായതുകൊണ്ട് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവനെ, പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവെക്കും. മയ്യത്ത് കൊണ്ടുവച്ചിട്ട് പള്ളിയിലെ ഉസ്താദ് ചോദിക്കാൻ പറ്റും ഈ മയ്യത്തിന് കടമുണ്ടോ? ഇന്നത്തെ പള്ളികളിൽ നടക്കുന്ന രംഗമെന്താ? ഏതെങ്കിലും ഒരാഴ്ചന്റെ പള്ളിയിലെ മഹല്ലിലെ ഏതെങ്കിലും ഒരാളുടെ വാപ്പ മരിക്കും, ഉമ്മ മരിക്കും. മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിട്ട് എല്ലാവരും ഒതുവെടുത്തിട്ട് വരുന്നത് വരെ പള്ളിയിലെ ഖതീബ് നിന്നിട്ട് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. എന്നിട്ട് ദുആയൊക്കെ ചെയ്യും. ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും കയറി നിന്നോ? എല്ലാവരും വന്നു. നിസ്കാരം തുടങ്ങാൻ സമയമാകുമ്പോൾ ഉസ്താദ് പറയും നമുക്ക് ഈ മനുഷ്യനോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരും മനുഷ്യന് പൊരുത്തപ്പെട്ടു കൊടുക്കണം. എല്ലാവരും ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണം. എന്നിട്ട് പറയും ഈ കിടക്കുന്ന മനുഷ്യൻ ആരെങ്കിലുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായി ബന്ധപ്പെടണം. ആരാ പറയണേ? പായിപ്പാട് പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവച്ച് ആരാ പറയണേ? പള്ളിയിൽ ഉസ്താദായ ഞാൻ, അല്ലെങ്കിൽ സലീം ഉസ്താദ്. ആര് മരിച്ചാലും ആരുടെ മയ്യത്ത് കൊണ്ടുവച്ചാലും ഞാൻ പറയണെന്താ, ഈ മയ്യത്ത് ആരെങ്കിലുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. എന്റെ അത്താടെ മയ്യത്തല്ലേ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്റെ വാപ്പാടെ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ അതിന് അന്തസ്സുണ്ട്. ഷാജി അണ്ണന്റെ അമ്മ മരിച്ച ഷാജി അണ്ണൻ പറയണം, ഞാൻ പറയണോ? എന്താണ് ശരി? നിങ്ങൾ പറ, ആര് പറയണം? എന്താ മെമ്പറെ? സ്വന്തം മക്കൾ എഴുന്നേറ്റ് നിന്ന് പറയണം അന്തസ്സോടെ, ഈ കിടക്കുന്നതിന്റെ വാപ്പയാ, ഈ കിടക്കുന്നതിന്റെ ഉമ്മയാ. ആർക്കെങ്കിലും 5 നയാ പൈസ തരാനുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റുന്നവർ പൊരുത്തപ്പെട്ടു കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ അടുക്കൽ വരണം എന്ന ചങ്കൂറ്റത്തോടെ പറയുന്ന എത്ര മക്കളുണ്ട്? പറയൂല, കാരണം പേടിയാ. വന്നു കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. മക്കള് പറയാറില്ല. പള്ളിയിലെ ഉസ്താദാ പറയുന്നത് ഒരു ചടങ്ങ് പോലെ. എന്നാലും ചോദിക്കത്തില്ല മക്കൾ. എന്നാൽ ചിലര് ചോദിക്കും. അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചോദിക്കണം സഹോദരങ്ങളെ, ഹക്കടപാടുണ്ടെങ്കിൽ ഞാൻ തീർക്കാം. കാരണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ശുഹദാവ് പോലും സ്വർഗത്തിൽ കിടക്കത്തില്ല കടമുണ്ടെങ്കിൽ. അതിനേക്കാളും വലിയൊന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ശുഹദാ സ്വർഗത്തിൽ ഒരു വട്ടമല്ല 100 വട്ടം ഷഹീദായാലും കടം വിട്ടാതെ സ്വർഗത്തിൽ പോകില്ലെങ്കിൽ, ഈ സിറാജി ദുനിയാവിൽ ആർക്കെങ്കിലും 5 പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാതെ ഞാൻ മരിച്ചുപോയാ എനിക്ക് അള്ളാഹു സ്വർഗം തരുമോ? നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാ പറഞ്ഞത് എഴുതി വെക്കടാ. മരിക്കുന്നതിന് മുമ്പ് സ്വത്തും പറയല്ലേ വെക്കും. മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ എഴുതി വെക്കുന്നവരുണ്ട്. ചിലത് പിന്നെ എഴുതി വെക്കാറുമില്ല. മരിച്ചതിന് ശേഷം അടിയുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് മരിച്ച് 3ന്റെ അന്ന് തന്നെ സ്വത്തിന് വേണ്ടി അടിയുണ്ടാവുന്ന. മയ്യത്തെടുക്കുന്നതിന് മുമ്പ് അടിയുണ്ടല്ലോ. മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് തന്നെ ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, അനിയൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. തരുന്നില്ല, ഇനിയിപ്പോ എന്താ, ഒന്നും തന്നില്ല, ഇതാ വാശിയും വൈരാഗ്യവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് വളരെ ഗൗരവത്തിൽ കടമത്ര നിസ്സാരമല്ല. കടമത്ര നിസ്സാരമായി തല്ലേണ്ടതല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കടം വാങ്ങുന്നവന് തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് അധികം പേർക്കും ഇല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടം മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ള ബോധം. ഞാനൊരു കടക്കാരനാ, പലർക്കും പേടിയാ. അല്ലാഹുവേ, കടമുണ്ട് ഉസ്താദേ, കടക്കാരനായി മരിച്ചു പോകുമോ? ഇപ്പൊ ഇവിടത്തെ വയലെടുത്ത് നോക്ക്, നമ്മുടെ ഇന്നത്തെ പ്രസംഗം എടുത്ത് നോക്ക്. ഏതോ പ്രസംഗത്തിലും 500 പള്ളിക്ക് വേണ്ടി 1500 രൂപ 3000 രൂപ തരുന്നവനും പറയുന്നത് ഉസ്താദ് ലക്ഷങ്ങളുടെ കടമുണ്ട്. ഇങ്ങനെയുള്ള കടമുള്ളവർ കേൾക്കണം. കൊടുക്കാൻ കടമുള്ളവർ, എന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്നവർ, കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവരുണ്ടല്ലോ. കടം മേടിച്ച പൈസ അവൻ അത്യാവശ്യമാണ്. പണമെന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഉപകാരപ്പെടണം. പൈസയുടെ ആവശ്യമുള്ള സമയത്താണ് കൊടുക്കേണ്ടത്, അല്ലാതെ നിനക്ക് തോന്നുമ്പോഴല്ല. നീ എത്രയോ പ്രാവശ്യം കേറി ഇറങ്ങി കരഞ്ഞു വിളിച്ചിട്ട് അവൻ നിനക്ക് പൈസ തന്നു, സഹായിച്ചു.
എന്നിട്ട് അവൻ എത്ര പ്രാവശ്യം അവന് പൈസയുടെ ആവശ്യം വന്നപ്പോ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് യാചിച്ചു, കൊടുത്തില്ലല്ലോ. പലരും കൊടുക്കൂല, എന്റെ കയ്യിലുണ്ടടാ ഷാജി, ഞാൻ കൊടുക്കൂല, വാശി. എന്റെ അടുത്തുണ്ട്, അവൻ നടക്കട്ടെ ഇത്തിരി എന്ന് പറയുന്നവരുണ്ടല്ലോ. എന്നാൽ കടമുണ്ട്, പടച്ചവനെ കൊടുക്കാൻ പൈസ ഇല്ല, മനസ്സിൽ വല്ലാത്ത പേടി, മരിച്ചു പോകുമല്ല, ഞാൻ കടക്കാരനായി മരിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. എങ്കിലും പൈസ കടമുണ്ടായിട്ട് കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവന്മാര് കേട്ടോ, അല്ലാഹ് വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. വളരെ ഗൗരവത്തോട് കയ്യിൽ പൈസയുണ്ട്, കടം മേടിച്ചിട്ട് കൊടുക്കാനുള്ള പൈസയുണ്ട്, ഞാൻ കൊടുക്കൂല, എനിക്ക് പല വഴിയുണ്ട്, വസ്തു കിടപ്പുണ്ട്, വിറ്റാ കൊടുക്കാം, വിൽക്കൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കുറിച്ച് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? കയ്യിൽ പൈസ ഉണ്ടായിട്ട് കടം വീട്ടാത്തവന്മാര് കേട്ടോ. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹാ അദ്ദല്ലാഹു അൻഹു വമൻ അഖദ യുരീദു ഇത്ലാഫഹാ അദ്ലഫഹുല്ലാഹ്. വളരെ ഗൗരവത്തോടുകൂടി എന്റെ പെങ്ങന്മാര് കേൾക്കണം, എന്റെ സഹോദരങ്ങൾ കേൾക്കണം. കടം മേടിച്ചിട്ട് പൈസ ഉണ്ടായിട്ട് പോലും കൊടുക്കാത്ത